Good morning. കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മൾ കണ്ടിട്ട്. ഓക്കെ, എല്ലാവർക്കും വിഷു ഈസ്റ്റർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? അടിപൊളിയായിട്ട് ആഘോഷിച്ച എല്ലാവരും? ഓക്കെ, കുറച്ച് അവധികളൊക്കെ കിട്ടിയല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാതെ കുറച്ച് അവധികൾ കിട്ടി. ഓക്കെ, എല്ലാവരും ആഘോഷങ്ങളുടെ ഒക്കെ ഇടയിലായിരുന്നല്ലേ? ഓക്കെ, അതിന്റെ ഇടയ്ക്ക് നമ്മൾ പോർഷൻസ് ഒക്കെ എവിടെ വരെ എത്തി എന്നൊക്കെ ഓർക്കണ്ടോ? രാവിലെ ആയിരിക്കും അല്ലേ നമ്മുടെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയത് നിങ്ങള്? ക്ലാസ് ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വന്ന് നമുക്ക് കിട്ടിയില്ലല്ലോ. ഓക്കെ, ഇന്ന് രാവിലെ എടുത്തൊന്ന് മറിച്ച് നോക്കി നമ്മൾ എവിടം വരെ എത്തിയെന്നാണ് അല്ലെ? എവിടെ വരെയായിരുന്നു നമ്മൾ പഠിച്ചത്? ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ്. ഓക്കെ, വെരി ഗുഡ്. വിജി ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെ വരെയാ പറഞ്ഞത്? ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ് അല്ലെ? ആ പോയിന്റ്സുകൾ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി അടുത്തത് റിപ്പോർട്ട്സുകളാണ്. റിപ്പോർട്ട് നമ്മൾ ബ്ലഡ് ബാങ്കില് സ്റ്റോർ ചെയ്യുന്ന റിപ്പോർട്ടുകൾ, പേരുകൾ പഠിക്കുക. ഏതൊക്കെ റിപ്പോർട്ടുകളാണ് ബ്ലഡ് ബാങ്കില് സ്റ്റോർ ചെയ്യുന്നത്? ഏതൊക്കെ റിപ്പോർട്ടുകളുള്ളത്? ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ? ഫസ്റ്റ് റിപ്പോർട്ട് ഏതാണ്? ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞ എന്താണ്? ബ്ലഡിന്റെ സ്റ്റോക്ക് ഒക്കെ കാണിക്കുന്ന ഒരു രജിസ്റ്റർ അല്ലെ? എന്തിനു വേണ്ടിയാ? ബ്ലഡ് ബാങ്കില് അതിന്റെ സ്റ്റോക്ക്, ബ്ലഡിന്റെ സ്റ്റോക്കുകള് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്റർ ഉപയോഗിക്കുന്നു. ബ്ലഡ് ബാങ്കിലെ നമുക്ക് ബ്ലഡിന്റെ ഓരോ സ്റ്റോക്കുകൾ, ഏതൊക്കെ ഗ്രൂപ്പുകളാണ്, ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകളാണ് നമുക്ക് അവിടെ സ്റ്റോക്ക് ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഒക്കെ കുറവുള്ളത് ഏതാണ്, ഏതൊക്കെ ആണെന്നൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്ററിൽ അതൊരു ഡോക്യുമെന്റ് ആണ്, ഈ റെക്കോർഡാണ്. അതില് എന്ത് ചെയ്ത് വെച്ചേക്കും? സ്റ്റോർ ചെയ്തേക്കും. എന്തിനു വേണ്ടിയാ? ഈ സ്റ്റോക്കുകള്, ബ്ലഡ് ബാങ്കിലെ സ്റ്റോക്കുകള് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്റർ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഇൻവെന്ററി, ബ്ലഡിന്റെ കമ്പോണന്റ്, അതിന്റെ ഇൻവെന്ററി, വിവര പട്ടികകള്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആ രജിസ്റ്റർ എടുത്ത് നോക്കി അറിയാൻ പറ്റും അല്ലെ? ഏതൊക്കെ ഗ്രൂപ്പുകളാണ് നമുക്ക് ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് കൂടുതലുള്ളത്, ഈ സ്റ്റോക്ക് കുറവുള്ളത് ഏത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പുതിയ ഡോണേഴ്സിനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം. ആ ബ്ലഡ് നമുക്ക് ഇവിടെ ബ്ലഡ് ബാങ്കില് നമുക്ക് അവൈലബിൾ ആക്കണം അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടി സഹായിക്കുന്നതാണ് ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്റർ. അറിയാലോ, ബ്ലഡിന്റെ സ്റ്റോക്ക് ലെവലുകൾ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റെക്കോർഡാണ് ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ ഡോണർ രജിസ്റ്റർ. ഡോണറിന്റെ രജിസ്റ്റർ. ഡോണർ എന്ന് പറഞ്ഞാലാ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരല്ലേ? ദാതാക്കള്, ബ്ലഡ് കൊടുക്കുന്ന ആളുകളാണ് ഡോണർ. അപ്പൊ ഡോണറിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള രജിസ്റ്ററുകള്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? നമുക്ക് അതിനകത്ത് ട്രാക്ക് ദ ഇൻഡിവിജ്വൽ ഹു ഹാവ് ഡൊണേറ്റ് ബ്ലഡ് ഓർ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൊണേറ്റിംഗ് ബ്ലഡ്. അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകള്, അവരുടെ പേര്, ഡീറ്റെയിൽസ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഏതാണ്? പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളവര്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുടെ പേരുകള്, കാര്യങ്ങളൊക്കെ ഈ ഡോണർ രജിസ്റ്ററിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ട്രാക്ക് ഓഫ് ഇൻഡിവിജ്വൽ ഹു ഹാവ് ഡൊണേറ്റഡ് ബ്ലഡ് ഓർ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൊണേറ്റിംഗ് ബ്ലഡ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകള്, അല്ലെങ്കിൽ ബ്ലഡ് സ്ഥിരമായിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകള്, ഇവർക്കുടെയൊക്കെ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ് ഡോണർ രജിസ്റ്റർ. ഇവിടെ ഒരു പോയിന്റ് കൂടി അതിന്റെ ഒപ്പം ഉണ്ട്. നോക്കിയേ, ആസ് പെർ FDA റിക്വയർമെന്റ്സ്. FDA എന്ന് പറഞ്ഞ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് FDA. എന്തനുസരിച്ചാണ്? ആസ് പെർ FDA റിക്വയർമെന്റ്സ്. FDA റിക്വയർമെന്റ്സ് അനുസരിച്ച് ഡോണറിന്റെ രജിസ്റ്റർ നമുക്ക് ബ്ലഡ് ബാങ്കില് സ്റ്റോക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യണം. ഈ ആ രജിസ്റ്റർ വേണം.
FDA ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, അറിയില്ലാത്തവരൊന്ന് എഴുതാം. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഇതെന്താണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താ? യുണൈറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസി ആണത്. ബ്ലഡും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസും ഒക്കെ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഏജൻസിയാണ് FDA എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അവിടെ ഡോണർ രജിസ്റ്റർ വെക്കുന്നത്? എന്തനുസരിച്ചാണ്? FDA റിക്വയർമെന്റ്സ് അനുസരിച്ച് അല്ലെ? അതന്നെ ആസ് പെർ FDA റിക്വയർമെന്റ്സ്. FDA എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അതെന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസി ആണത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസി ആണ് ബ്ലഡും മറ്റുള്ള ഫാർമസ്യൂട്ടിക്കൽസും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രൊഡക്ട്സുകൾ അതിന്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഏജൻസിയാണ്. ഗവൺമെന്റ് ഏജൻസിയാണ് FDA. ഇനി അടുത്ത് നോക്കിയേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്? ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാങ്കിന്റെയും അവിടുത്തെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു അവലോകനം. ബ്ലഡ് ബാങ്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ബ്ലഡ് ബാങ്ക് അതിന്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങള് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ബ്ലഡ് ബാങ്കിലെ പ്രവർത്തനങ്ങള് അവര് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈ നാബിന്റെ ഒക്കെ സ്റ്റാൻഡേർഡുകള് അതൊക്കെ അവര് പാലിക്കുന്നുണ്ടോ? അവരുടെ പാലിക്കുന്നതും ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളും ഇതെല്ലാം എക്സാമിൻ ചെയ്യുന്ന, പരിശോധിക്കുന്ന, കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. Is a document that examines the blood bank operations and complies with the standards. സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നതും ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളും ഇതെല്ലാം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. എന്താ അതിനകത്തുള്ളത്? ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളുടെ ഡീറ്റെയിൽ അല്ലെ, അതിന്റെയൊക്കെ ഒരു ഓവറോൾ കാര്യങ്ങള്, ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനങ്ങള്, ബ്ലഡ് ബാങ്കിന്റെയും ബ്ലഡ് ബാങ്കിലെ ഓപ്പറേഷൻസ് അവിടുത്തെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു അവലോകനമാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇനി അടുത്താണ് ബ്ലഡ് ഇഷ്യൂ രജിസ്റ്റർ. ബ്ലഡ് ഇഷ്യൂ രജിസ്റ്റർ. നെക്സ്റ്റ് ഫോർത്ത് വൺ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിനായിട്ട് നൽകുന്ന ബ്ലഡ് യൂണിറ്റുകളുടെ വിശദാംശങ്ങള് ട്രാക്ക് ചെയ്യുന്ന ഒരു ബ്ലഡ് ബാങ്കിനുള്ളിലെ ഒരു റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റമാണ് ബ്ലഡ് ഇഷ്യൂ രജിസ്റ്റർ എന്ന് പറയുന്നത്. എന്താ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ക്രോസ്മാൻ ചെയ്യുന്ന കുറെ പ്രിലിമിനറി ടെസ്റ്റുകൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനായി നൽകുന്ന ബ്ലഡ് യൂണിറ്റുകൾ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി നൽകുന്ന ബ്ലഡ് യൂണിറ്റുകളുടെ ആ വിശദാംശങ്ങള് ട്രാക്ക് ചെയ്യുന്ന ഒരു ബ്ലഡ് ബാങ്കിനുള്ളിലുള്ള ഒരു റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം ആണ് ബ്ലഡ് ഇഷ്യൂ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. ബ്ലഡ് ബാങ്കിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു റെക്കോർഡാണ് ബ്ലഡ് ഇഷ്യൂ രജിസ്റ്റർ. അതെന്താ അതിനകത്തുള്ളത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനായി നൽകുന്ന ബ്ലഡ് യൂണിറ്റുകളുടെ വിശദാംശങ്ങള്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി നൽകുന്ന ബ്ലഡ് യൂണിറ്റുകളുടെ വിശദാംശങ്ങള് അടങ്ങിയിട്ടുള്ള വിശദാംശങ്ങള് ട്രാക്ക് ചെയ്യുന്ന ബ്ലഡ് ബാങ്കിനുള്ളിലെ ഒരു രജിസ്റ്റർ ആണ് ബ്ലഡ് ഇഷ്യൂ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ഒന്നും ചോദിക്കാറില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എന്താണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഏതൊക്കെ റിപ്പോർട്ടുകളാണെന്നുള്ളത് നിങ്ങൾ ആ പേരുകൾ മാത്രം പഠിച്ചു വെക്കുക. അവിടെ ടിക്ക് ഇട്ട് വെച്ചോട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ റിപ്പോർട്ട്സുകളാണ് ബ്ലഡ് ബാങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഡെമോഗ്രാഫിക് ഡേറ്റ ഓഫ് ഡോണേഴ്സ്. ലാസ്റ്റ് അഞ്ചാമത്തെയാണ് ഇത് ഡെമോഗ്രാഫിക് ഡേറ്റ ഓഫ് ഡോണേഴ്സ്. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ജനസംഖ്യാപരമായിട്ടുള്ള അല്ലെ ഡെമോഗ്രാഫിക് ഡേറ്റ, അതായത് ആളുകളുടെ ഡേറ്റ, ഡോണേഴ്സിന്റെ. ഇപ്പൊ എന്താ അതിനകത്ത് വരുന്നത്? ഡെമോഗ്രാഫിക് ഡേറ്റ ഓഫ് ഡോണേഴ്സ്. ഡോണേഴ്സിന്റെ പ്രൊഫൈല് മനസ്സിലാക്കാനായി സൂചിപ്പിക്കുന്നതാണല്ലോ.
ഓരോ ഡോണേഴ്സിന്റെ പ്രൊഫൈല് മനസ്സിലാക്കാൻ സൂചിപ്പിക്കുന്നത്, മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഡെമോഗ്രാഫിക് ഡേറ്റ ഓഫ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഈ ഡോണേഴ്സിന്റെ പേരുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഏത് ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഇൻകം, അവരുടെ ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ എന്താ, ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡോണേഴ്സിന്റെ പ്രൊഫൈല് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു റെക്കോർഡാണ് ഡെമോഗ്രാഫിക് ഡേറ്റ ഓഫ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയായിരിക്കും? അത് നമുക്കപ്പോ പെട്ടെന്ന് നമുക്ക് ബ്ലഡ്, ഏതെങ്കിലും ബ്ലഡ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരികയാണ്, ഏതെങ്കിലും ഡോണേഴ്സിനെ നമുക്ക് കോൺടാക്ട് ചെയ്തെങ്കിലൊക്കെ നമുക്ക് അവരുടെ പ്രൊഫൈല് ഈ ഡേറ്റ റെക്കോർഡ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും അറിയാൻ പറ്റും. അപ്പൊ ചിലപ്പോ ചില ആളുകള് ഇപ്പൊ നമുക്ക് ബ്ലഡ് കൂടുതൽ അതിനകത്ത് നോക്കിയാൽ നമുക്കൊക്കെ അറിയാം എത്ര പ്രാവശ്യം അവര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ ലിസ്റ്റ് നമ്മള് അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ് എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയവരും ആരൊക്കെയാണ്, അല്ലെ? ഈ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവര്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവര്, അല്ലെ, കുറച്ചും കൂടി എഡ്യൂക്കേഷൻ ഉള്ളവര്, ഇവരൊക്കെ ചിലപ്പോ എന്താ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള താല്പര്യം കാണിക്കും, കുറച്ചും കൂടി അവർ ഇൻട്രസ്റ്റ് ആവും. അപ്പൊ നമുക്ക് ഈ ഇത് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അവരെ ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെ, സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവരോട് വേണമെങ്കിൽ ആവശ്യപ്പെടാം. സ്ഥിരമായിട്ടൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരില്ലേ? നമ്മുടെ ഇവിടെയൊക്കെ ബ്ലഡ് ആരെങ്കിലും ഒക്കെ ഡൊണേറ്റ് ചെയ്യാറുണ്ടോ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, ഇല്ല, കാര്യം ചെയ്യാറില്ല. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, ചോദിച്ചതാണ്, വെറുതെ ചോദിച്ചതാണ് കേട്ടോ. യെസ്, അഞ്ജലി ചെയ്തിട്ടുണ്ട്. അഞ്ജലി ഹസ്ബൻഡ് ചെയ്തിട്ടുണ്ട്, അഞ്ജലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയാ, അപ്പൊ എന്താണ് ഡെമോഗ്രാഫിക് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ ഡോണേഴ്സിന്റെ പ്രൊഫൈല് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അതെന്തിനാ? അപ്പൊ അവരുടെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാല് കൂടുതൽ പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തോരോ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷനിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുവഴി നമുക്ക് അവർക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ബ്ലഡ് ബാങ്കിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ നമുക്ക് അവരോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? റിപ്പോർട്ടുകൾ ഏതൊക്കെയാണുള്ളത്? ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്റർ പറഞ്ഞു, ഡോണർ രജിസ്റ്റർ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ബ്ലഡ് ഇഷ്യൂ രജിസ്റ്റർ, ഡെമോഗ്രാഫിക് ഡേറ്റ ഓഫ് ഡോണേഴ്സ്. ഓക്കെ, അപ്പൊ അത്രയും പേരുകൾ പഠിച്ചു വെക്കാം. ഇനി നോക്കിയേ, അടുത്തത് എന്താ? റോൾ ഓഫ് ഡേറ്റാബേസ് ഇൻ HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇതില് ഡേറ്റാബേസിന്റെ റോൾ എന്താണ്? ഡേറ്റാബേസ് എന്ന് പറഞ്ഞ എന്താ? എന്താ ഡേറ്റാബേസ്? എന്നാലും അതിന്റെ റോൾ എന്താന്ന് അറിയാൻ പറ്റുള്ളൂ. ഡേറ്റാബേസ് എന്ന് പറഞ്ഞ എന്താ? എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഡേറ്റാസ് ആണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് കേട്ടോ. ശരി, ഡേറ്റാബേസ് അതായത് നമ്മൾ എന്താ സിസ്റ്റത്തിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റാസ്, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡേറ്റാബേസ് എന്ന് പറയാം. എന്തെങ്കിലും ഒരു വിഷയത്തിനോ അല്ലെങ്കിൽ ആവശ്യത്തിനോ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഡേറ്റാസ്. ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫർമേഷൻ, അല്ലെ? ഇൻഫർമേഷൻ ആണ്, വിവരങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഓരോ പേഷ്യൻസിന്റെയും എന്താ അതിലേക്ക് എൻട്രി ചെയ്യുന്ന ഇൻഫർമേഷൻ, അല്ലെ? ഓക്കെ, വെരി ഗുഡ്. അടിസ്ഥാന വിവരങ്ങൾ, അല്ലെ? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? എൻട്രി ചെയ്യുന്നത്. നമ്മളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടില്ലേ? ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ, അല്ലെ, അപ്പോയിന്റ്മെന്റ് എടുക്കണം. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് നേരെ അത് സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഡേറ്റാസ് എന്ത് ചെയ്യും? സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യും. അപ്പൊ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കും എവിടത്തെ പ്രവർത്തനത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് നമുക്ക് ബില്ലിങ്ങിന് വേണോ അല്ലെങ്കിൽ എന്താണ് ഒരു ഡയഗ്നോസിക് ഇതിലേക്ക് വേണോ, അത് ഏതെങ്കിലും സെക്ഷനിലേക്ക് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഡേറ്റ എടുക്കാൻ പറ്റും, അല്ലെ? ഒരു പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഒരു വിവരങ്ങള്, അടിസ്ഥാന വിവരങ്ങള്, ഇൻഫർമേഷൻ, അതാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഈ ഡേറ്റാബേസിന്റെ റോൾ എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് ഡേറ്റാബേസിന്റെ റോൾ എന്താ? പങ്കെന്താ?
ഡേറ്റാബേസ് എന്താ ചെയ്യുന്നത് നോക്കിയേ. ഡേറ്റാബേസ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അണ്ടർലൈൻ ചെയ്തോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഹാർട്ട് ആണ് ഡേറ്റാബേസ്. ഹാർട്ട് ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ ഹാർട്ട് ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്ത് വേണം? ഡേറ്റാസ് വേണം അല്ലെ? ഡേറ്റ ഇൻഫർമേഷൻ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡേറ്റാബേസ് വേണം. അതുകൊണ്ട് ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ എന്താണ്? ഹാർട്ട് ആണ്, ഹൃദയമാണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. Database is the dash of the hospital information system. Heart ആണ്, ഹൃദയമാണ്. It consists of, ഇനി അതിനകത്തേക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. ഡേറ്റാബേസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നേ? It consists of an orderly written document encompassing the patient identification, health history, physical examination finding, laboratory reports, treatment, surgical procedure report and hospital course. ഇത്രയും കാര്യങ്ങള് എങ്ങനെയാ? ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ, സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഈ നമുക്ക് ഈ ഡേറ്റാബേസില് നമുക്ക് എന്താ പറയാ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് ഈ ഡേറ്റാബേസില് പറയുന്ന ഈ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. എൻകംപാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉൾക്കൊള്ളുക, ഉൾപ്പെടുന്നു. കൺസിസ്റ്റ് ഓഫ്, ഡേറ്റാബേസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുള്ളത്? അണ്ടർലൈൻ ചെയ്തിട്ടേ. അതെങ്ങനെയാ? വെറുതെ അല്ല, ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. Okay, it consists of an orderly written document. ഉണ്ടോ? Orderly written document encompassing, ഉൾക്കൊള്ളുന്നു എന്തൊക്കെയാണ്? പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, പേഷ്യന്റ് പേര്, അങ്ങനെയുള്ള പേഷ്യന്റ് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, അവരുടെ ഹെൽത്ത് ഹിസ്റ്ററി, ആരോഗ്യപരമായിട്ടുള്ള എന്താണ് രോഗം അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത്, ബാക്ക്ഗ്രൗണ്ടുകള്, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടുള്ള എന്താണ് ഫൈൻഡിങ്, കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, ലബോറട്ടറി വരെ ടെസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലബോറട്ടറിയിലെ റിപ്പോർട്ടുകള്, ട്രീറ്റ്മെന്റ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുത്തത്, സർജറി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ റിപ്പോർട്ടുകള്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കോഴ്സ്. ഇത്രയും കാര്യങ്ങള് എന്തിൽ ഉൾപ്പെടുന്നു? ഡേറ്റാബേസിൽ ഉൾപ്പെടുന്നു. അണ്ടർലൈൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും. ഓക്കെ, ക്ലിയർ അല്ലേ? പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, ഹെൽത്ത് ഹിസ്റ്ററി, physical examination finding, laboratory report, treatment, surgical procedure report and hospital course. Like ഇത്രയും കാര്യങ്ങൾ ഡേറ്റാബേസിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി നോക്കിയേ, when complete, ഇനി ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ, അതായത് ഡേറ്റാബേസ് കംപ്ലീറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ കാര്യം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നു. The record should contain the data of justifying investigation. നമ്മുടെ അന്വേഷണങ്ങളെ ന്യായീകരിക്കുന്ന, അതായത് ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, the length of stay, result of care and future course of action, ഭാവിയിലെ പ്രവർത്തനം, ഈ കാര്യങ്ങളും കൂടി അതിൽ ഉൾപ്പെടുന്നു. When the database, when the database is also contained, നമുക്ക് പറയാം അത് ട്രീറ്റ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് നമ്മൾ ആ ഡേറ്റാസ് കംപ്ലീറ്റ് ആക്കുമ്പോൾ the record should contain, റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? The data to justify investigation, അന്വേഷണം ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഡേറ്റാസ്, ഡയഗ്നോസിസ്, രോഗനിർണയം, ട്രീറ്റ്മെന്റ്, എത്ര നാള് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു, ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തു, the length of stay, result of care, അതിന്റെ റിസൾട്ട് ആൻഡ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഭാവിയിലുള്ള പ്രവർത്തനം. ഇപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് പോയിട്ടൊക്കെ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഫോളോ അപ്പ് പോലെ നമ്മൾ കൊടുക്കുന്നില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാവരും ഇതിനകത്ത് വരും, ഡേറ്റാബേസിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് കാര്യങ്ങൾ അതിലുണ്ടാവും. ഇപ്പൊ നമ്മളാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നു, കുറച്ച് നാൾ കഴിഞ്ഞ് ചെന്നു, നമുക്ക് നമ്മുടെ ID നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്ന് കളക്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ വേറൊരു പേപ്പറും കാര്യങ്ങളും ഒന്നും വേണ്ട അല്ലെ? റിപ്പോർട്ടുകളോ റിസൾട്ടുകളോ വേറെ ഒന്നും വേണ്ട. ഇപ്പൊ ഓൾറെഡി എല്ലാ സിസ്റ്റത്തിലും സേഫ് ആയിട്ടിരിക്കും.
അല്ലെ? പണ്ടൊക്കെ നമ്മുടെ ചാർട്ട് എടുത്തുകൊണ്ട് വന്നായിരുന്നു. ചാർട്ട് എടുക്കലോ വേറെ ഒന്നും വേണ്ട. ഏത് ഡോക്ടറെ കണ്ടേ, എന്ത് ട്രീറ്റ്മെന്റ് എടുത്തത്, എന്താണ് നമുക്ക് അന്ന് പറഞ്ഞിട്ടുള്ളത്, ഫോളോ അപ്പ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇനി വീണ്ടും കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടായിരിക്കും. ഡാറ്റാബേസ് എല്ലാ ഇൻഫർമേഷൻ വരുന്നതാണ്. അത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക്, നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു, എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇനി നോക്കിയേ, to provide അതുകൊണ്ട് does it become a tool, അതുകൊണ്ട് എന്താ, ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഒരു ടൂളായി നമുക്ക് ഉപയോഗിക്കാം. ഡേറ്റാബേസ് എന്ന് പറയുന്നത് എന്താ, ഒരു ടൂളാണ്, ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. എന്താ, this also provide a means of communication among the physician, nurses and other allied healthcare professionals. allied എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട to provide a means of communication among ആർക്കടെ ഇടയിലൊക്കെ, ഫിസിഷ്യൻ, നേഴ്സസ്, അത് അവരുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നിവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു മാർഗം ഇത് ഡാറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. അല്ലെ? ഇപ്പൊ നേഴ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിലോ, അല്ലെ, അപ്പൊ അത് നേരെ അവര് തമ്മിൽ സംസാരിക്കണമെന്നില്ല, സിസ്റ്റത്തിലൂടെ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, to provide a means of communication among physician, nurses and other allied healthcare professionals. അതുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ, ഫിസിഷ്യൻ, നേഴ്സ് എന്നിവർക്കിടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് കഴിയും. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താ, ടു പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ, രോഗി പരിചരണത്തിന്റെ തുടർച്ച, അല്ലെ, കണ്ടിന്യൂറ്റി കിട്ടും. ഹെൽപ്പ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എന്തിനാ, മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ചിനും ഹെൽപ്പ് ചെയ്യുന്ന പേഷ്യന്റിന്റെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ കിട്ടാൻ, പ്രൊവൈഡ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വീണ്ടും ചെല്ലുമ്പോൾ നമ്മുടെ അതിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടൂലേ, അല്ലെ? നമ്മൾ നേരത്തെ എന്തൊക്കെ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. അതിന്റെ അപ്പൊ അവർക്കറിയാം ഇത്ര വർഷം മുന്നേ വന്നതാണ്, ഇന്ന രോഗമായിരുന്നു, ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്ത് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയതാണ്, അപ്പൊ ബാക്കി ഇത്രയും മരുന്നുകളൊക്കെ അവർ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കണ്ടിന്യൂറ്റി കൊടുക്കാൻ പറ്റും. കിട്ടും. അപ്പൊ അതിനകത്ത് ജസ്റ്റ് അത്രയും മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. ടു പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് പേഷ്യന്റ് കെയർ, അത്രയും മാത്രം അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. വലിയ വായു വലിച്ചവ പോണ്ട, ഷോർട്ട് ചെയ്ത് തന്നെ പഠിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ ഫസ്റ്റ് എന്ത് ചെയ്താൽ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടു പ്രൊവൈഡ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ദ ക്വാളിറ്റി റിവ്യൂ ഓഫ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ, രോഗി പരിചരണത്തിന്റെ ക്വാളിറ്റി, ഗുണനിലവാര അവലോകനത്തിനായിട്ട് നമുക്ക് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ, ഒരു വിവരങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയാ, ഫോർ ദ ക്വാളിറ്റി റിവ്യൂ ഓഫ് പേഷ്യന്റ് കെയർ, രോഗി പരിചരണത്തിന്റെ നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നതിന്, അല്ലെ, അതിന് വേണ്ട ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്. വെറുതെ സർവീസ് കൊടുത്താൽ മതിയോ, വെറുതെ പേഷ്യന്റ് കെയർ കൊടുത്താൽ മതിയോ, എങ്ങനെ വേണം, നല്ല ക്വാളിറ്റി തന്നെ കൊടുക്കണം, അല്ലെ, നല്ല ഗുണനിലവാരത്തിലുള്ള പേഷ്യന്റ് കെയർ, രോഗി പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കുറെ ഇൻഫർമേഷൻസ് നമുക്ക് എടുക്കാമല്ലോ. നല്ല ബെസ്റ്റ് സർവീസ് എങ്ങനെ കൊടുക്കാം, നല്ല ക്വാളിറ്റി നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ എങ്ങനെ കൊടുക്കാം എന്നൊക്കെ ഉള്ളത്. To provide the information for the quality review of patient care. Okay, to provide information. ഷോർട്ട് ചെയ്ത് നോക്കി വെച്ചാൽ മതി. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇത് ചോദിക്കുകയാണെങ്കിലും പോയിന്റ്സുകൾ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണെന്ന് അറിയാലോ, അല്ലെ? To provide the information. പിന്നെ അടുത്ത് നോക്കിയേ, protect. To protect the physician, patient, hospital and helping third party payment. Third party ആരാ, ഇൻഷുറൻസ്, അല്ലെ? ഇൻഷുറൻസ് പേയ്മെന്റിന് സഹായിക്കാൻ ആരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം, ഫിസിഷ്യനെ, പേഷ്യന്റിനെ, ഹോസ്പിറ്റലിനെ, അതുപോലെ തന്നെ ഇൻഷുറൻസ് പേയ്മെന്റിനെ ഒക്കെ
പ്രൊട്ടക്ട് ചെയ്യാനും ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാ പേഷ്യന്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നേ? അവർക്കുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവുമല്ലോ. അത് ഓൾറെഡി നമ്മൾ എന്താ സിസ്റ്റത്തില് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് വേറെ ആൾക്കൊന്നും കെയർ എടുക്കാനോ ഒന്നും പറ്റില്ല അല്ലെ, അവിടെ സെക്യൂർ ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ അതുപോലെ ഫിസിഷ്യനെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ പെട്ടെന്ന് അപ്പൊ തന്നെയുള്ള റിസൾട്ട് കാര്യങ്ങൾ ഫിസിഷ്യന് അവൈലബിൾ ആകുന്നു. അതനുസരിച്ച് തന്നെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റൂലേ? അങ്ങനെയും അവര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിനെ സംരക്ഷിക്കുന്നുണ്ട് അല്ലെ. എല്ലാ വിവരങ്ങളും ഒരു അണുവിന്റെ പോലും മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് അല്ലെ, കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരാൾ എഴുതി വെച്ച റെക്കോർഡാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മിസ്സായി പോകും അല്ലെ. ഹോസ്പിറ്റലിന്റെ അതൊക്കെ അവർക്ക് ആ ഗുഡ്വില്ലിനെ ബാധിക്കൂലേ? ഇതെന്ന് പറഞ്ഞ സിസ്റ്റത്തിലായതുകൊണ്ട് നമുക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എങ്ങനെയായാലും അതിന് സേഫ് ആയി തന്നെ അവിടെ ഇരിക്കണ്ട. ആ രീതിയിലെല്ലാം നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങളിലും ഒക്കെ ഇൻഷുറൻസ് പാർട്ടീനെയും ഒക്കെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫെയിലിയർ ടു മെയിൻറ്റെയിൻ ആൻ ആക്യുറേറ്റ്, timely and a complete database spoil the usefulness of HIS. Usefulness of HIS എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഫെയിലിയർ ടു മെയിൻറ്റെയിൻ ആൻ ആക്യുറേറ്റ്, ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായ, ടൈംലി സമയബന്ധിതമായ, കംപ്ലീറ്റ് ഡേറ്റാബേസ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മള് കൃത്യവും സമയബന്ധിതവുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഡേറ്റാബേസ് നിലനിർത്തുന്നതില് നമ്മൾ ഫെയിലിയർ ആയാൽ, നമ്മൾ പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഇൻഫർമേഷനും നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഡേറ്റാബേസ് നിലനിർത്തുന്നതിന് നമ്മൾ പരാജയപ്പെട്ട എന്ത് സംഭവിക്കും? spoil the usefulness of HIS അല്ലെ. HISന്റെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കറക്റ്റ് ഉപയോഗം നമുക്ക് ശരിയാവോ? അത് സ്പോയിലായി പോകൂലേ? ഉപയോഗത്തെ നശിപ്പിക്കുന്നു. നല്ല ഡേറ്റാബേസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതനുസരിച്ചുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമ്മള് കൃത്യമായതും ടൈമിലി സമയോചിതമായിട്ടുള്ളതും പൂർണ്ണമായിട്ടുള്ള ഡേറ്റാബേസ് നിലനിർത്തുന്നതില് നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ, കണ്ടോ, ഫെയിലിയർ ടു മെയിൻറ്റെയിൻ, നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലൊരു ഡേറ്റാബേസ് നിലനിർത്തുന്നതില് നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അതിന്റെ യൂസ്ഫുൾനെസ്, അതിന്റെ ഉപയോഗത്തെ എന്ത് ചെയ്യുന്നു? അത് സ്പോയിലാകുന്നു. അതിന്റെ ഉപയോഗക്ഷമതയെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അത് രണ്ടും കണക്റ്റഡ് ആണ്. നല്ല ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? HIS അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതനുസരിച്ചുള്ള സർവീസും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ഡേറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഉപയോഗക്ഷമതയെ നശിപ്പിക്കുന്നു. ഓക്കെ, സ്പോയിൽ ചെയ്യുന്നു. അത്രയും പോയിന്റ്സ് ആണ് അതിനകത്ത് വരുന്നേക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ അല്ലെ? എന്തൊക്കെയാണ് അതിനകത്തൊരു യൂസ്ഫുൾനെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്. ഓക്കെ, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി ആ 5 പോയിന്റും. നെക്സ്റ്റ് നമുക്ക് അടുത്തത് ഇന്നിപ്പോ എന്തായാലും നമുക്ക് ആ ചാപ്റ്റർ ഇന്ന് തീരും. അതുകൊണ്ട് നമുക്ക് തിരക്ക് പിടിക്കേണ്ട, ഒരു ചെറിയൊരു പാരഗ്രാഫ്, ഒരു കൺക്ലൂഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ചെറിയൊരു കുഞ്ഞൊരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്.
മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ആർക്കൊക്കെ വിലപ്പെട്ടതാണ്? മെഡിക്കൽ റെക്കോർഡ്സ് ആർ വാല്യുബിൾ ടു പേഷ്യൻസ്, physician, nurses, teachers, students, and healthcare institutions and research teams, national and international organization. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ആ പാരഗ്രാഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക്. മെഡിക്കൽ റെക്കോർഡ്സ് ആർ വാല്യുബിൾ ടു ഡാഷ്. ആർക്കൊക്കെ വാല്യുബിൾ ആണ്, വിലപ്പെട്ടതാണ്? പേഷ്യൻസിന്, അല്ലെ? അവർക്കുടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ അറിയാന്, അല്ലെ? അവർക്കുടെ അത്രയും ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം അറിയാനും മെഡിക്കൽ റെക്കോർഡ് വാല്യുബിൾ ആണ്, അല്ലെ? മെഡിക്കൽ റെക്കോർഡ് എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാകും. പിന്നെ ഫിസിഷ്യന്, ഡോക്ടറിന് ഹെൽപ്ഫുൾ അല്ലേ? ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കൊടുക്കാനും ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അറിയാനും പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് സഹായിക്കും. അതുപോലെ നേഴ്സസിന്, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ഇവിടെ എന്താ ഈ നഴ്സിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന അവർക്കുടെ ടീച്ചേഴ്സ് ഇല്ലേ, നഴ്സിംഗ് കോളേജുകളിലൊക്കെ പഠിക്കുന്ന അവര്, പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിന്, കുട്ടികൾക്ക്, ഈ നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, ആൻഡ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക്, റിസർച്ച് ടീമിനും ഓരോ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എടുക്കുമ്പോൾ ഓരോരുത്തർക്കിടെ രോഗങ്ങള്, പിന്നെ അതിനകത്ത് റിസർച്ച് ചെയ്യാനായിട്ടൊക്കെ മരുന്നുകള്, അങ്ങനെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ടും റിസർച്ച് ടീമിന് ഉപയോഗമാണ്. നാഷണൽ ആൻഡ് അന്താരാഷ്ട്ര, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ, നാഷണൽ, ദേശീയ, അന്തർദേശീയ ഓർഗനൈസേഷനുകൾക്കും എന്ത് മെഡിക്കൽ റെക്കോർഡ്സ് വാല്യുബിൾ ആണ്. ഇത് കുറച്ച് കാര്യം എടുക്കുന്നുള്ളൂ, പക്ഷെ അതെല്ലാം നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് ആർ നമ്മൾ കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. അത് മെഡിക്കൽ റെക്കോർഡ്സ് ആർ വാല്യുബിൾ ടു ആർക്കൊക്കെയാണ്? പേഷ്യൻസ്, physician, nurses, teachers, students, and healthcare institutions and research teams, national and international organization. എന്നിവർക്ക് എല്ലാവർക്കും മെഡിക്കൽ റെക്കോർഡ് വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു കുഞ്ഞു കാര്യം നോക്കിയേ. അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിംഗ് എ ഗുഡ് ഡാറ്റാബേസ് ക്യാൻ ബി ടേക്കൺ ഫ്രം അഡ്വാൻറ്റേജസ് ഓഫ് HLS. ഒരു നല്ല ഒരു ഡേറ്റാബേസിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങള്, അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിംഗ് എ ഗുഡ് ഡേറ്റാബേസ്. ഒരു നല്ലൊരു ഡേറ്റാബേസിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങള് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഗുണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താ ഉദ്ദേശിക്കുന്നേ? അതായത് ഒരു കംപ്ലീറ്റ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മതിയോ അതില്? അതിനകത്ത് വേണ്ടി വരുന്ന എല്ലാ ഡീറ്റെയിൽസ് വേണം, എന്നാലാണ് ഒരു ഡാറ്റാബേസ് കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെ? പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മാത്രം പോരാ, അതിന്റെ എല്ലാ പ്രൊഫൈലും, അല്ലെ? പേഷ്യന്റ് സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഒക്കെ നല്ലൊരു കംപ്ലീറ്റ് ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കണം. അതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഡാറ്റാബേസിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് എവിടെ അറിയാൻ പറ്റും? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? അതായത് നല്ല ഡാറ്റാബേസ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. നമ്മളിപ്പോ കുറെ നാള് കഴിഞ്ഞ് ചെന്ന് നോക്കിയാലോ, പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയാ, എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിലോ, ഇപ്പൊ നമ്മള് എന്താ പറയാ, ഈ ക്രൈംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസിന്റെ ഭാഗമായിട്ടൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്താ പറയാ, ഈ വല്ല ക്രിമിനലോ അങ്ങനെയുള്ള ആളുകളോ ആരെങ്കിലും കാണുന്ന സമയത്തൊക്കെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഒരു നല്ലൊരു ഡേറ്റാബേസിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെ ശരിക്കും കാണുന്നത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? അതിനനുസരിച്ചുള്ള സർവീസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും, അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ ഇൻഫർമേഷൻ മുഴുവൻ കിട്ടും. അത് എന്തിൽ നിന്നാ? നല്ലൊരു ഡേറ്റാബേസിൽ നിന്ന്, അല്ലെ? ഓക്കെ അല്ലേ? അത് advantages of having a good database can be taken from advantages of HLS. Okay. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ആ ഒരു ഡേറ്റാബേസിനെ സംബന്ധിച്ച്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞേക്കുന്നത്. ഇനി ഒരു കുഞ്ഞു പാരഗ്രാഫാണ് അവിടെ കൊടുത്തേക്കുന്നത്, നീഡ് ഓഫ് നെറ്റ്വർക്കിംഗ് ഇൻ HLS.
need of networking in HIS. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് നെറ്റ്വർക്കിംഗിന്റെ ആവശ്യകത എന്താണ്? Need of networking in HIS. Need of networking in HIS. നമ്മൾ പറയും നെറ്റ് വേണമെന്നല്ലേ. എന്താ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാലായിട്ട്? നെറ്റ്വർക്ക് എന്താ? ഇപ്പൊ ഞങ്ങളും ഇവിടെ നമ്മുടെ ഇവിടെ എന്താ പറയാ, അവിടെ ക്ലാസ് ഞാൻ എടുക്കുന്ന സിസ്റ്റവും തമ്മിൽ എങ്ങനെയാ ഒരു കമ്പ്യൂട്ടർ കണക്ഷൻ ഉണ്ട്. ഒരു ലിങ്കിലൂടെയാണ് നമ്മളൊക്കെ കയറി ഇവിടെ ഇരിക്കുന്നത് അല്ലെ. ഒരു നെറ്റ്വർക്കിലൂടെയാണ് നമ്മൾ കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു തരുന്നു, ആ ലിങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ്സിൽ അവിടെ ഇരിക്കുന്നു. നെറ്റ്വർക്കിംഗ് എന്റെ ആവശ്യകത എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് നെറ്റ്വർക്കിംഗിന്റെ ആവശ്യകത എന്താണ്? നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ലിങ്കിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ടു അലൗ ദം ടു ഓപ്പറേറ്റ് ഇന്ററാക്റ്റീവ്ലി. അല്ലേ, നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആ കമ്പ്യൂട്ടേഴ്സിന്റെ ആ ലിങ്കിങ്, കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ലിങ്കിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, the linking of computers to allow them to operate interactively. Allow them to operate interactively. നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കമ്പ്യൂട്ടറുകളുടെ ലിങ്കിങ്, അതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നോക്കിയേ, പാരഗ്രാഫ് നമുക്ക് നോക്കാം. Networking plays an important role in the hospital information system. Hospital information systemത്തില് നെറ്റ്വർക്കിംഗ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. Networking plays an important role in the hospital information system. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് നെറ്റ്വർക്കിംഗ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ട്, ഡാഷ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഡാഷ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ആരാണ്? നെറ്റ്വർക്കിംഗ്. Networking plays an important role in the hospital information system. Okay, fifth, അതിന്റെ ഒപ്പം എന്താ? ന്യൂ ആപ്ലിക്കേഷൻ ദാറ്റ് ഇംപ്രൂവ് ദ പേഷ്യന്റ് കെയർ. രോഗി പരിചരണം മെച്ചപ്പെടുത്താനായിട്ട് പുതിയ പുതിയ ആപ്ലിക്കേഷൻസുകള് അല്ലെ, പുതിയ പുതിയ രീതികള്, പുതിയ പുതിയ ടെക്നിക്കുകള് കൊണ്ടുവരുന്നില്ലേ? ഓരോ ദിവസവും നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് നമ്മൾ ഓരോ ടെക്നോളജികൾ കൊണ്ടുവരുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനാ? പേഷ്യന്റ് കെയർ കൂട്ടാൻ. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു പരിചരണമാണോ, നമുക്ക് കെയർ ആണോ ഇപ്പൊ കിട്ടുന്നത്? കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയില്ലേ? എന്ത് സംഭവിച്ചാലും നമുക്ക് ഇപ്പൊ എന്താ അത് മാറ്റിയെടുക്കാം എന്നുള്ളൊരിതുണ്ട്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്തോടുകൂടി എന്ത് സംഭവിച്ചാലും നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം. അതിനനുസരിച്ചുള്ള ഒരു രോഗി പരിചരണമാണ് നമുക്ക് കിട്ടുന്നത്. അത് ഇംപ്രൂവ് ചെയ്യാൻ കിട്ടുന്നതിന് ആൻഡ് ഡ്രൈവ് ഡൗൺ സ്പൈറലി ഹെൽത്ത് കെയർ കോസ്റ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെൽത്ത് കെയർ കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്ന പുതിയ പുതിയ ആപ്ലിക്കേഷനുകള് ആണ്. ആൻഡ് ഡ്രൈവ് ഡൗൺ, കുറയ്ക്കുക, ഡ്രൈവ് ഡൗൺ സ്പൈറലി ഹെൽത്ത് കെയർ കോസ്റ്റ്. ഹെൽത്ത് കെയർ കോസ്റ്റ് കുറയ്ക്കുന്ന, കോസ്റ്റ് കുറവൊന്നുമില്ല അല്ലെ, കോസ്റ്റ് കൂടുതലൊക്കെ തന്നെയാണ്. എന്നാലും പറഞ്ഞേക്കാണ് ഹെൽത്ത് കെയർ കോസ്റ്റ് കുറയ്ക്കുന്നതിനും രോഗി പരിചരണം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുതിയ പുതിയ ആപ്ലിക്കേഷനുകള്. However, rapid changes in the next generation wired and wireless healthcare application means that the network is no longer an option but a necessary. എന്താ പറഞ്ഞേക്കുന്നേ? നമ്മുടെ ഈ ജനറേഷൻ, ഓരോ ജനറേഷനിലും പുതിയ പുതിയ മാറ്റമല്ലേ? നമ്മൾ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ജനറേഷൻ ആയിരിക്കോ നമ്മുടെ മക്കളുടെ ജനറേഷൻ വരുമ്പോ, അല്ലെങ്കിൽ അവർക്കുടെ മക്കളുടെ ജനറേഷൻ വരുമ്പോ അങ്ങനെയായിരിക്കോ? റാപ്പിഡ് ചേഞ്ചസ്. ഇപ്പൊ തന്നെ നോക്കിയേ, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് എടുത്ത് നോക്കുക, ഹെൽത്ത് കെയറിൽ പെട്ടെന്ന് ഓരോ മാറ്റങ്ങൾ വരികയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെന്ന ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റിയിലോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അടുത്ത പ്രാവശ്യം 1 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോഴും ഒരു ചെറിയൊരു ഡിഫറൻസ് അവിടെ കാണാൻ പറ്റും നമുക്ക്. എന്താ? നമുക്ക് ഓരോ ജനറേഷനിലും എന്താ കൂടുതൽ ചേഞ്ചസ് വരികയാണ്.
rapid changes in the next generation, wired and wireless healthcare application. Wire ഉപയോഗിച്ചിട്ടുള്ള wireless ആയിട്ടുള്ള healthcare applications means that അതെന്താ ഉദ്ദേശിക്കുന്നത്? The network is no longer an option. Network എന്ന് പറയുന്നത് ഓപ്ഷൻ അല്ല. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പോലെ ശരിയാവാതെ വേറെ എടുക്കുന്ന ഒരു ഓപ്ഷൻ അല്ല നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ നെക്സ്റ്റ് ജനറേഷനില് ഉള്ള പെട്ടെന്നുള്ള ഒരു ചേഞ്ച് അതെങ്ങനെയാ? വയർഡ് ആൻഡ് വയർലെസ് ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻ. നമുക്കല്ലേ ഇപ്പൊ വയർ ഇല്ലാത്തത്, വയർ ഉപയോഗിച്ച് പ്രവർത്തിക്കാത്തത്, ലാപ്ടോപ്പ് ഇതൊക്കെ നമുക്ക് വയർലെസ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? നെറ്റ്വർക്ക് ഈസ് നോ ലോങ്ങർ ആൻ ഓപ്ഷൻ. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അവർക്കൊരു ഓപ്ഷൻ അല്ല. എന്താ? ബട്ട് നെസസറി. അവർക്കുടെ ജനറേഷനില് അല്ലെങ്കിൽ പുതിയ ജനറേഷനില് നമുക്ക് എന്താ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ അല്ല, മറിച്ച് എന്താണ്? ഇറ്റ് ഈസ് നെസസറി. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? HIS providers are under increasing pressure to provide an infrastructure that can be optimized for these next generation application. Okay, hospital information system providers are under increasing pressure. അവര് എങ്ങനെയാ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡേഴ്സ്, അത് പ്രൊവൈഡ് ചെയ്യുന്നവര് എങ്ങനെയാണെന്നാ പറഞ്ഞേക്കുന്നത്? അണ്ടർ ഇൻക്രീസിംഗ് പ്രഷർ. ഒരു ഉയർന്ന സമ്മർദ്ദത്തിലാണ്, വളരെ കൂടിയ പ്രഷറിലാണ്. ഇൻക്രീസിംഗ് പ്രഷർ, അവർ ഉയർന്ന സമ്മർദ്ദത്തിലാണ്. എന്തിനാ? to provide an infrastructure that can be optimized for this next generation application. പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ ജനറേഷനിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിന് പ്രായോഗികമാക്കുന്ന രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കടുത്ത സമ്മർദ്ദത്തിലാണ്. അതായത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകള് നമുക്ക് ഇനി വരുന്ന ജനറേഷനിൽ അത്രയും മതിയാവില്ല അല്ലെ? അവർക്ക് ആ ഒരു ജനറേഷന്റെ അനുസരിച്ചുള്ള ആപ്ലിക്കേഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ പ്രായോഗികമാക്കുക, പ്രയോഗത്തിൽ കൊണ്ടുവരിക അല്ലെ? അപ്പൊ അത് ഈ എന്താ പറയാ നെക്സ്റ്റ് ജനറേഷന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ കൊണ്ടുവരാനായിട്ട് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കടുത്ത സമ്മർദ്ദത്തിലാണ്. അതിന്റെ റിസർച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവര് എന്താ ഒരു അണ്ടർ പ്രൊവൈഡേഴ്സ് ആർ അണ്ടർ ഇൻക്രീസിംഗ് പ്രഷർ. Then applications such as ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് EMR. ഒന്ന് അണ്ടർലൈൻ ചെയ്തത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് EMR. Applications such as electronic medical records EMR and wireless monitoring and increasing use of handheld devices. എന്താ handheld devices എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റില്ലേ അല്ലെ? സ്മാർട്ട് ഫോൺ പോലെയൊക്കെ അല്ലെങ്കിൽ ടാബ് പോലെയൊക്കെ കയ്യിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ഉപകരണത്തിന്റെ ഭാഗമാണ് ഹാൻഡ് ഹെൽഡ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഹാൻഡ് ഹെൽഡ് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ ഉപകരണത്തിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് ബ്രോഡർ ഇമേജിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓൾ ഡ്രൈവ് ദ നീഡ് ഓഫ് നെറ്റ്വർക്ക് അപ്ഡേറ്റ്സ്. എന്താ പറഞ്ഞേക്കണേ? ഈ കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ആയിരിക്കാം ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, വയർലെസ് മോണിറ്ററിംഗ് ആൻഡ് ഇൻക്രീസിംഗ് ദ യൂസ് ഓഫ്. ഇപ്പൊ നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും എല്ലാരും ഇപ്പൊ നമുക്ക് ഈ ലാപ്ടോപ്പ് തന്നെയാണെങ്കിൽ നേരത്തെ കമ്പ്യൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? അത് നമ്മുടെ ടേബിളിൽ ഇരിക്കണം, നമ്മളെ ആളവിടെ ഇരിക്കണം. പക്ഷെ ഇപ്പൊ എന്താ? ഇപ്പൊ നമുക്ക് ഓരോ ജനറേഷൻ കഴിഞ്ഞത് കൂടുന്നതിന്റെ അനുസരിച്ച് ഇപ്പൊ നമ്മള് ആർക്ക് സമയമില്ല ഒന്നാമത് അല്ലെ? ഒരു സ്ഥലത്തിരുന്ന് ചെയ്യാൻ സമയമില്ല, പോണ വഴിക്ക് നടക്കണ വഴിക്കൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഹാൻഡ് ഹെൽഡ് ഡിവൈസുകൾ കൂടി വരുള്ളൂ അല്ലെ? എല്ലാം നമുക്ക് കയ്യിൽ കൊണ്ട് നടന്ന് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങള് ഇപ്പൊ ഇപ്പൊ ഫോൺ തന്നെ നോക്കി. നേരത്തെ ലാൻഡ് ഫോണേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ ലാൻഡ് ഫോൺ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നോക്കി അത് ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആയി. അതായത് നമുക്ക് സ്മാർട്ട് ഫോൺ പോലെയായി. നമ്മൾ വീട്ടിൽ തന്നെ വേണമെന്നുണ്ടോ ഏത് ടൈമിലും എവിടെ വെച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്കേ വിളിക്കാൻ പറ്റുള്ളൂ. ആളാ വീട്ടില് പ്രസന്റ് ആണെങ്കിൽ മാത്രം ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഇതിപ്പോ എവിടെ വെച്ചാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും.
അല്ലെ? അങ്ങനെയുള്ള ഹാൻഡ് ഡിവൈസിന്റെ ഉപയോഗം, വിശാലമായ ഇമേജിംഗ് ഡിസ്ട്രിബ്യൂഷൻ all drive the need for network upgrade. ഇതെല്ലാം നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. Drive the need for network upgrades. നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. ഏതൊക്കെയാ ഈ ആപ്ലിക്കേഷൻസ്? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി. To provide, എന്തിനു വേണ്ടിയാ? To provide a more robust, higher performing and secure network infrastructure. എന്താ? കരുത്തുറ്റതും ഉയർന്നതുമായിട്ടുള്ള പ്രകടനവും. To provide a more robust, ഉയർന്ന ഒരു പ്രകടനം, and higher performing and secure network infrastructure. നെറ്റ്വർക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ സെക്യൂർ, സുരക്ഷിതത്വം ഇതൊക്കെ നൽകുന്നതിന് നമുക്ക് എന്താണ്? ഹാൻഡ് ഡിവൈസുകൾ അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. ഓക്കെ, ഉയർന്നതും കരുത്തുറ്റതുമായിട്ടുള്ള ഒരു പ്രകടനം, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സെക്യൂർ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, നെറ്റ്വർക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ സെക്യൂരിറ്റിക്ക്, ഹയർ പെർഫോമിങ്ങിന്, കൂടുതൽ കരുത്തുറ്റ പ്രകടനം നൽകുന്നതിന് ഒക്കെ ഈ നെറ്റ്വർക്ക് അപ്ഗ്രേഡുകളുടെ ഒരു പ്രവർത്തനം, അതിന്റെ ഒരു ആവശ്യകത എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. This infrastructure is critical to reduce staff wait times and allow staff and patient, then mobility, equipment tracking and broader integration of system. ഇനി ഈ ഇൻഫ്രാസ്ട്രക്ചർ, ഈ അടിസ്ഥാന സൗകര്യങ്ങളെ എന്തിനാവശ്യമാണ്? ഈസ് ക്രിട്ടിക്കൽ ടു റെഡ്യൂസ് സ്റ്റാഫ് വെയിറ്റ് ടൈംസ്. സ്റ്റാഫിന്റെ വെയിറ്റ് ടൈം റെഡ്യൂസ് ചെയ്യുന്ന, കൂടുതൽ പുതിയ ഒരു നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് കൂടുകയാണെങ്കിൽ അല്ലെ, അതിന്റെ ആവശ്യകത കൂടുക എന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് പുതിയ ടെക്നോളജി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ, അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞത് എന്താ? ഈസ് ക്രിട്ടിക്കൽ ടു, എന്തിനാവശ്യമാണ്? നിർണായകമാണ്. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നിർണായകം. ക്രിട്ടിക്കൽ ടു റെഡ്യൂസ് സ്റ്റാഫ് വെയിറ്റ് ടൈംസ്, സ്റ്റാഫിന്റെ വെയിറ്റിംഗ് ടൈമിന്, ആൻഡ് അലോ സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് മൊബിലിറ്റി, സ്റ്റാഫിനെ പേഷ്യൻസിനെയൊക്കെ അനുവദിക്കുന്നതിന്, ആൻഡ് മൊബിലിറ്റി എക്യുപ്മെന്റ് ട്രാക്കിംഗ്, എക്യുപ്മെന്റ് ചലനാത്മകമായിട്ടുള്ള, മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ചലനാത്മകമായിട്ടുള്ള എക്യുപ്മെന്റ് ട്രാക്കിംഗ്, ആൻഡ് ബ്രോഡർ ഇന്റഗ്രേഷൻ ഓഫ് സിസ്റ്റത്തിന്റെ സംയോജനത്തിലും ഈ ഇൻഫ്രാസ്ട്രക്ചർ നിർണായകമാണ്. അണ്ടർലൈൻ ചെയ്തത്, ദിസ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ക്രിട്ടിക്കൽ ടു reduce staff wait times and allow staff and patient, സ്റ്റാഫിനെ പേഷ്യൻസിനെയൊക്കെ അനുവദിക്കുന്നതിന്, മൊബിലിറ്റി എക്യുപ്മെന്റ് ട്രാക്കിംഗ്, ചലനാത്മകമായിട്ടുള്ള എക്യുപ്മെന്റിന്റെ ട്രാക്കിംഗ്, then and broader integration of system, വിശാലമായ സംയോജനം, സിസ്റ്റത്തിന്റെ സംയോജനത്തിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ നിർണായകമാണ്. Even with the need to control cost, HIS providers are still expected. Still expected എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. HIS providers are still expected to fund network growth as more and more devices are connected by the wired and wireless network. എന്താ പറഞ്ഞേക്കുന്നത്? ഈ ചെലവുകൾ ഇവിടെ നോക്കിയാൽ, ഇവൻ വിത്ത് ദ നീഡ് ടു കൺട്രോൾ കോസ്റ്റ്, ചിലവുകള് നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിലും ഇതിനൊക്കെ വേണ്ടി വരുന്ന കോസ്റ്റ് അതിനെ കൺട്രോൾ ചെയ്യണ്ടേ? ഈ ചെലവുകള് നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലും വയേർഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട്, ഒരു ധനസഹായം നൽകുമെന്ന് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യുന്നു? ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്.
Hospital information system providers are still expected to fund the network growth as more and more devices are connected by the wired and wireless network. Just ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ കേട്ടോ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് നമുക്ക് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, ഒരു വലിയൊരു പാരഗ്രാഫ് ആയിട്ടാണ് ഇവിടെ തന്നേക്കുന്നത്. ഇനി although higher performance and a lower total cost of ownership may be conflicting എന്ന് വെച്ചാൽ പരസ്പര വിരുദ്ധമായ conflicting goals, hospital find HIS exceed performance and cost expectation, but can do so while providing a more secure and flexible network infrastructure can scale to meet growing connectivity demand. അവിടെ TCO എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ്. അപ്പൊ ഉയർന്ന പെർഫോമൻസ്, ഓൾട്ടോ ഹയർ പെർഫോമൻസ്, ഉയർന്ന ആ പ്രകടനത്തിലും ഓണർഷിപ്പിന്റെ കുറഞ്ഞ ചെലവ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ്, ഓണർഷിപ്പിന്റെ ആ ഒരു കുറഞ്ഞ ചെലവും പരസ്പര വിരുദ്ധമായിട്ടുള്ള ലക്ഷ്യങ്ങളാണെങ്കിലും, മേ ബി കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള ലക്ഷ്യങ്ങളാണെങ്കിലും എന്താണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പെർഫോമൻസിലെയും ചെലവുകളുടെയും ഒക്കെ കവിയുമെന്ന്. എക്സീഡ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചുകൂടി കൂടുക, കവിയുക, പെർഫോമൻസ് ആൻഡ് കോസ്റ്റ് എക്സ്പെക്ടേഷൻ, ബട്ട് can do എന്ത് ചെയ്യാം, so why providing a more secure and flexible network infrastructure that can scale to meet growing connectivity demand. എന്നാൽ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ, കണക്ടിവിറ്റി ആവശ്യങ്ങൾ നിറവേറ്റുന്നതായി നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വഴക്കമുള്ളതും ആ ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൗകര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇനി depending on the scale and the function of institution, hospital network architecture can vary significantly in complexity and scope. ഇവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ് എന്തിനാ ഡിപ്പെൻഡ് ചെയ്താ, ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ് ദ ഫങ്ഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വലിപ്പം, സൈസ്, അതുപോലെ അതിന്റെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വലിപ്പത്തിനും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ചിട്ട് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചറിന് അതിന്റെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു വ്യാപ്തിയും കാര്യക്ഷമമായ വ്യത്യാസമുണ്ടാകാം. ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ് ഫങ്ഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ക്യാൻ വേരി. അല്ലെ, ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നെറ്റ്വർക്കിൽ അതിൻ്റെതായ വ്യത്യാസം വരാം. അല്ലെ, ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനുള്ളിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെയുള്ള സംഭവങ്ങള് ഒക്കെ എങ്ങനെയാ, അതിനൊരു വ്യത്യാസം വരാം. വ്യാപ്തിന് കാര്യക്ഷമമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകാം എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Can vary significantly in complexity and scope. Although the basic architecture of the hospital network is similar to the architecture of other campus network, responding to the dynamic changes include patient care and cost control requires significantly more planning and strategy that was previously required. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞത്, അപ്പൊ ഈ ഹോസ്പിറ്റൽ നെറ്റ്വർക്കിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് ക്യാമ്പസ് നെറ്റ്വർക്കുകളുടെ ആർക്കിടെക്ചറിന് സമാനമാണെങ്കിലും, ഇൻഫ്രാസ്ട്രക്ചറിന് സമാനമാണെങ്കിലും, ഇംപ്രൂവ്ഡ്, നമുക്ക് ചേഞ്ചസ് ഇൻ ഇംപ്രൂവ്ഡ് പേഷ്യന്റ് കെയർ ആൻഡ് കോസ്റ്റ് കൺട്രോൾ റിക്വയർസ് significantly more planning. എന്നാൽ രണ്ടും സെയിം ആണെങ്കിലും മെച്ചപ്പെട്ട പേഷ്യന്റ് കെയർ, ചെലവ് നിയന്ത്രിക്കുന്നതിലും ഒക്കെ ചലനാത്മകമായിട്ടുള്ള മാറ്റങ്ങളോട് പ്രതികരിക്കുന്നതിന് എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ, നമ്മുടെ മുമ്പുള്ള പ്ലാനിങ്ങിന്, നമുക്ക് മുന്നുള്ള തന്ത്രങ്ങള്, അല്ലെ, പ്രതികരിക്കുന്നതിന് മുമ്പുള്ള ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ആവശ്യങ്ങളും നമുക്ക് കുറച്ചുകൂടി സ്ട്രാറ്റജീസ്, തന്ത്രങ്ങളും ആവശ്യമാണ്. പ്രീവിയസ്ലി റിക്വയർഡ്, കണ്ടോ, നമ്മള് മുന്നുള്ള പ്ലാനിങ് പോരാ. ഇപ്പൊ ഇതിന്റെ ഇംപ്രൂവ് അനുസരിച്ച് നമുക്ക് ആ പേഷ്യന്റ് കെയറിലും കോസ്റ്റ് കൺട്രോൾ ആവശ്യങ്ങൾക്കും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നെങ്കിൽ എന്ത് വേണം, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്ലാനിങ് വേണം. പണ്ടത്തെ പ്ലാനിങ് മതി ഇപ്പൊ.
എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നേ? അതെ, മോർ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി, കൂടുതൽ ആസൂത്രണവും തന്ത്രങ്ങളും വേണം. ദാറ്റ് വാസ് പ്രീവിയസ്ലി റിക്വയർഡ്, മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. Responding to the dynamic changes in improved patient care and cost control requires significantly more planning. എന്ത് വേണം? More planning and strategy. That was previously required. പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എന്ത് വേണം? പ്ലാനിങ് വേണം, തന്ത്രങ്ങളും വേണം. ഓക്കെ, മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്ലാനിങ്ങും തന്ത്രങ്ങളും വേണം. ശരിയല്ലേ? നമ്മുടെ പണ്ടത്തെ രീതി അനുസരിച്ചാണോ ഇപ്പൊ മാർക്കറ്റിംഗ് ഇതൊക്കെ വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലെ? അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ പേഷ്യന്റ് കെയർ കൂട്ടുന്നതിനാണ്, ഇംപ്രൂവ് പേഷ്യന്റ് കെയർ വർദ്ധിപ്പിക്കുന്നത്, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നത്? മോർ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി അല്ലെ? കൂടുതൽ പ്ലാനിങ്ങും സ്ട്രാറ്റജിയൊക്കെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇനി 2 സെന്റൻസ് ഉള്ളൂ, നമുക്കത് ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. 2 മിനിറ്റ് മുന്നേ ഞാൻ നെക്സ്റ്റ് ഇപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കയറാം. അതുകൊണ്ട് കുഞ്ഞു സെന്റൻസ് ഉള്ളൂ, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും കാര്യങ്ങള് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഈ വലിയ പാരഗ്രാഫ് കണ്ടിട്ട് ആരും പേടിക്കണ്ട, അതിനകത്ത് ഉള്ളിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു വെക്കാം. ബാക്കിയത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടതൊക്കെ തന്നെ പഠിക്കാം. അതൊക്കെ തന്നെയാണ് നമുക്ക് എക്സാമിനൊക്കെ ആണെങ്കിലും കൂടുതലായിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലാണെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ആ 2 സെന്റൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനിയിപ്പോ കുറച്ച് 2 മിനിറ്റേ ഉള്ളൂ, അതിന്റെ കാര്യം കഴിച്ച് അങ്ങനെ എത്തിച്ചിട്ട് കാര്യമില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്കിത് അടുത്ത 7th മൊഡ്യൂള് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ തുടങ്ങാം. ഈ 2 ചാപ്റ്ററോട് കൂടി നമ്മുടെ 6th മൊഡ്യൂള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.